വളരെ മഹത്തരമായ ആൾക്കാരൊക്കെയാണ് ഇവർക്ക് ഒപ്പം നിൽക്കുന്നത്. ആ കുട്ടിയെ പറ്റിയൊക്കെ അറിഞ്ഞത് നമ്മൾ ഫൈസൽ എന്ന് പറയുന്ന ഒരാളുമായിട്ട് വർക്കലയുള്ള ഒരാള് നമ്മൾ ഒരുപാട് പേർക്ക് ഈ ഫോട്ടോ അയച്ചു കൊടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം ഞാനിത് പറഞ്ഞിരുന്നു, ആൾക്കാർക്ക് കേൾക്കാൻ പറ്റിയില്ല. അപ്പൊ ആ ഫോട്ടോ അയച്ചു കൊടുത്ത സമയത്ത് ഈ ഫൈസൽ എന്ന് പറയുന്ന വ്യക്തി ഈ റസി എന്ന് പറയുന്ന പെൺകുട്ടി. എല്ലാവർക്കും നമസ്കാരം 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 ഭയങ്കര നമസ്കാരം. അപ്പോ ഇന്നലെ ഞാൻ താത്തയുടെ ലൈവില് ഈ റസി എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് തെറി വിളിക്കുന്ന വീഡിയോ ഞാൻ കണ്ടു. ഞാൻ ഞെട്ടിപ്പോയി. താത്തയുടെ കൂടെ ചേർന്ന് ഇപ്പോഴ് ചക്കിക്കത്ത ചങ്കരൻ എന്നുള്ള രീതിയിൽ ലെവല് സെയിം ആയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര തെറിവിളിയാണ്. ഇപ്പൊ തെറി വിളിക്കാൻ എനിക്ക് അറിഞ്ഞൂടന്നല്ല കേട്ടോ, പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊന്നും വിളിക്കാറില്ല. അത് നമ്മുടെ മാന്യതയാണ്. ആ മാന്യത നിലവാരമില്ലാത്തവർ അങ്ങനെയൊക്കെ ചെയ്യും, ഓക്കെ ഫൈൻ. അപ്പൊ ഇന്നലെ വിജിരാജ് ഭയങ്കര തെറിവിളി, ഈ പറയുന്ന റസി തായ് പോയി ഇത്രയൊക്കെ ആയിട്ട് ഭയങ്കര തെറിവിളി. ഞാൻ ഇതെന്താണ് ഇത്രയും വിജിരാജിന്റെ തെറിവിളിക്ക് എന്താ കാര്യം ഇങ്ങനെ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആലോചിച്ചു വന്നപ്പോ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വിജിരാജ് എന്തോ ഇവരുടെ രഹസ്യം പുറത്തു വിട്ട കണക്കിന് അത് രഹസ്യം പുറത്ത് വിട്ടപ്പോ കുരുപൊട്ടിയിട്ടാണ് ഇമാതിരി തെറി വിളിച്ചതെന്ന് പറഞ്ഞ് എനിക്കത് ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ജിനൂസിന്റെ ലൈവ് ചെക്ക് ചെയ്തു. ജിനൂസ് ഇന്നലെ എനിക്ക് ലൈവ് കാണാൻ പറ്റില്ല, അങ്ങനെ ലൈവ് ചെക്ക് ചെയ്തപ്പോ ഈ വിജിരാജ് നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റർ ആണല്ലോ. വിജിരാജ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇവരുടെ ഗ്രൂപ്പുകളിൽ പോയിട്ടും അവിടെ നടക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളും, പിന്നെ അതുപോലെ ഇവരുടെ ഫാമിലിയിലെ പഴയ ഇഷ്യൂസും കാര്യങ്ങളും, അതുപോലെ നേരത്തെ നടന്ന സംഭവങ്ങളൊക്കെ വിജിരാജ് തൂക്കിക്കൊണ്ടുവരാറാണ് ഇപ്പോൾ നമ്മുടെ സേഡി വിജിരാജിന്റെ പരിപാടി. അപ്പോൾ വിജിരാജ് ജിനൂസിന്റെ ലൈവിൽ വന്നിട്ട് കുറച്ച് അലിഗേഷൻസ് അങ്ങ് പറഞ്ഞായിരുന്നു. ഈ പറയുന്ന റസിയെ കുറിച്ചിട്ട് കുറച്ച് അലിഗേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കേട്ടപ്പോൾ ഞാൻ അങ്ങ് ഞെട്ടിപ്പോയി. എന്നുള്ള രീതിയിൽ ഞാൻ ആയിപ്പോയി. പിന്നെ അപ്പോൾ ഞാൻ പേഴ്സണലി ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നമ്മൾ ക്ലിയർ ആക്കിയിട്ട് വേണം മറ്റുള്ളവരെ വിമർശിക്കാൻ നമ്മൾ ഇറങ്ങിത്തിരിക്കുക എന്നുള്ളൊരു സംഭവം എനിക്ക് പെട്ടെന്ന് കണക്ട് ആയി. കാരണം അല്ലെങ്കിൽ നമുക്ക് പണിയാണ്. അല്ല നമ്മുടെ ബാക്ക്ഗ്രൗണ്ടോ നമ്മുടെ പ്രീവിയസ് സ്റ്റോറിയൊക്കെ മോശമാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്ന സാധനത്തിൽ പ്രത്യേകിച്ച് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ പ്രീവിയസ് സ്റ്റോറി ആൾക്കാർ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് നാറ്റിക്കും. മനസ്സിലായോ? ആ ഒരു സംഭവം എനിക്ക് പെട്ടെന്ന് കണക്ട് ആയി. അപ്പോൾ വിജിരാജ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, ജിനൂസിന്റെ ലൈവിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ എന്തായാലും അതിവിടെ എന്റെ ലൈവിൽ അങ്ങ് കൊടുക്കാം, കേട്ടോ. വളരെ മഹത്തരമായ ആൾക്കാരൊക്കെയാണ് ഇവർക്ക് ഒപ്പം നിൽക്കുന്നത്. ആ കുട്ടിയെ പറ്റിയൊക്കെ അറിഞ്ഞത് നമ്മൾ ഫൈസൽ എന്ന് പറയുന്ന ഒരാളുമായിട്ട് വർക്കലയുള്ള ഒരാള് നമ്മൾ ഒരുപാട് പേർക്ക് ഈ ഫോട്ടോ അയച്ചു കൊടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം ഞാനിത് പറഞ്ഞിരുന്നു, ആൾക്കാർക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പൊ ആ ഫോട്ടോ അയച്ചു കൊടുത്ത സമയത്ത് ഈ ഫൈസൽ എന്ന് പറയുന്ന വ്യക്തി ഈ റസി എന്ന് പറയുന്ന പെൺകുട്ടി ഇടയ്ക്കിടയ്ക്ക് അവിടെ റസി എന്നുള്ള പേരിലാണ് ഇവര് ഇടയ്ക്കിടയ്ക്ക് വർക്കല വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു റിസോർട്ടിൽ സ്ഥിരമായിട്ട് പോകുന്ന ആളാണ്. പല ആൾക്കാരുമായിട്ട് പോകുന്ന ആളാണ്. അവിടെ വെച്ചാണ് ഈ നൗഷാദ് എന്ന് പറയുന്ന ആളുമായിട്ട് കണ്ടുമുട്ടിയെന്നാണ് പറയുന്നത്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, വ്യക്തമാണ് വിജിരാജ്. അപ്പോ വളരെ അദ്ദേഹത്തിന്റെ ഫോട്ടോ എടുത്ത് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി, അദ്ദേഹത്തിന് ഭാര്യയും പിള്ളേരും ഉള്ള 3 പിള്ളേരും ഉള്ള ഭാര്യയും ഉപേക്ഷിച്ച് എന്തോ ഒരു എഗ്രിമെന്റിന്റെ പുറത്താണ് ഇവരെ കല്യാണം കഴിച്ചേക്കുന്നതെന്നാണ് അറിയുന്നത്. അപ്പൊ ഇവരൊക്കെ ഇവിടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നിരുന്ന നല്ല ഫാമിലിയാണെന്ന് പറയാൻ പോയി ഇതേ കണക്ക് തരികിട പരിപാടികൾ. കാര്യം ഇന്ന് തന്നെ തീർത്താത്ത തന്നെ പറയുന്നുണ്ട്, ഈ റസിയെ പറ്റി അവരുടെ സ്വഭാവത്തെ പറ്റി പറയുന്നുണ്ടായിരുന്നു. ഈ അസ്ലയുടെ വിഷയത്തിൽ ഈ ഇത്രയും വിഷയം ഉണ്ടാക്കിയത് തന്നെ ഈ പെണ്ണുമ്പിള്ളയാണ്. ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മെയിലിംഗ് ആണ്. അതെ, വളരെ വ്യക്തമാണ്. ഈ ഒരു കാര്യത്തിലൂടെ തന്നെ വിജിരാജ് വളരെയധികം നന്ദി. കാരണം ഞാൻ ഈ ഇതുമായി ബന്ധപ്പെട്ട് വിജിരാജ് ഒന്നിൽ കണ്ടിന്യൂ ചെയ്യും. സീരിയസ്ലി അപ്പൊ ഇതാണ് വിജിരാജ് ഇന്നലെ ജിനൂസിന്റെ ലൈവിൽ പറഞ്ഞൊരു കാര്യം. അപ്പൊ ഈ ഒരു കാര്യം കേട്ടിട്ടാണ് ഈ പറയുന്ന റസി നേരെ താത്തയുടെ ലൈവിൽ പോയിട്ട് വിജിരാജിന് അങ്ങ് ഭയങ്കര തെറിവിളിയായിരുന്നു. ഞാൻ അങ്ങനെ ചെവിക്കല്ല അടിച്ചു കൂട്ടിപ്പോയി. ഇങ്ങനെയൊക്കെ ഒന്ന് ലൈവിൽ ഒരാളൊക്കെ തെറി വിളിക്കൂടെ? കാരണം അവരുടെ കൂടെ കൂടിയിട്ടായിരിക്കുമല്ലോ ഇതൊക്കെ പഠിച്ച് ഈ പാഠങ്ങളൊക്കെ പഠിച്ച് ഈ ലെവലായിട്ടുള്ള. ഓഫ് കോഴ്സ് ആയിക്കോട്ടെ, പക്ഷേ ഇങ്ങനെയാണോ അവിടെ പെരുമാറേണ്ടത്? ഇപ്പോ ഈ പറയുന്ന റസി ആയാൽ കൂടി എന്നെ കുറിച്ച് ഒരു അലിഗേഷൻ വച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സ്ട്രൈക്ക് മാറ്റാൻ വേണ്ടി കാല് പിടിക്കാൻ പോയെന്ന് പറഞ്ഞ് എന്നെ കുറിച്ച് ഫേക്ക് ആയിട്ടുള്ള ഒരു കള്ളമാണ്, ഫേക്ക് ആയിട്ടുള്ള ഒരു അലിഗേഷനാണ് അവിടെ വച്ചത്. ഈ പറയുന്ന റസി ആയാൽ ഞാൻ സ്ട്രൈക്ക് മാറ്റാൻ വേണ്ടി കാല് പിടിക്കാനാണ് അവരെ വിളിച്ചതെന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കര നുണയാണ് പറഞ്ഞത്, പച്ച നുണയാണ് പറഞ്ഞത്. അന്ന് തന്നെ ഞാൻ അവരുടെ നിലപാട് ഞാൻ കണക്കിലാക്കി. ഇവരൊക്കെ ഇങ്ങനെയാണ് എന്ന് ഞാൻ അന്ന് തന്നെ ഞാൻ ഉറപ്പായിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അപ്പോ റസി അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു? തെളിവടക്കം, സ്ട്രൈക്ക് വന്ന ഡേറ്റും വിളിച്ച ഡേറ്റും തെളിവടക്കം ഞാൻ വച്ചു. ഞാൻ എന്റെ ഭാഗം ക്ലിയർ ചെയ്തു. അത് മനസ്സിലായ ഒരുപാട് പേരുണ്ട്, അവർക്ക് ഒരുപാട് നന്ദി. അവർക്ക് ഒരുപാട് ആൾക്കാർക്ക് അത് അങ്ങനെ അല്ല, ഇങ്ങനെയാണ് ഞാൻ പറയുന്ന കറക്റ്റ് ആണെന്ന് മനസ്സിലായ കുറെ ആൾക്കാരുണ്ട്, അവർക്ക് ഒരുപാട് നന്ദി. മനസ്സിലായോ? അപ്പോൾ എനിക്കെതിരെ ഒരു അലിഗേഷൻ വന്നപ്പോൾ ഞാൻ എന്താ ചെയ്തത്? ഞാൻ ഈ റസിയെ പോയി തെറി വിളിക്കുകയാണോ ചെയ്തത്? നേരെ പോയിട്ട് തെറി വിളിക്കുകയാണോ ചെയ്തത്? ഒരിക്കലുമല്ല. പകരം ഞാൻ എന്റെ ഭാഗം, എന്നെ കുറിച്ച് ഫേക്ക് ആയിട്ട് അവർ കുറെ കള്ളങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ എന്റെ ഭാഗം ഞങ്ങൾ ക്ലിയർ ചെയ്തു. അങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന്. അപ്പോ വിജിരാജ് ഒരു അലിഗേഷൻ വെച്ചപ്പോൾ നിങ്ങൾ പെർഫെക്റ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം?
അത് ക്ലിയർ ചെയ്യണം. അങ്ങനെ അല്ല ഇങ്ങനെ വിജിരാജ് പറയുന്ന കള്ളമാണെന്നുള്ളത് നിങ്ങൾ ക്ലിയർ ചെയ്യണം, തെളിയിക്കണം. മനസ്സിലായോ? അല്ലാതെ അവനെ പോയിട്ട് ഈ പറയുന്ന താത്തയുടെ ലൈവിൽ നിന്ന് തെറി വിളിക്കുകയല്ല ചെയ്യേണ്ടത്. അത് ഫസ്റ്റ് ഓഫ് മനസ്സിലാക്കുക, മനസ്സിലാക്കി പെരുമാറാൻ പഠിക്കണം. മനസ്സിലായോ? തെറി വിളിക്കുകയല്ല ചെയ്യേണ്ടത്. അവനെ പച്ച തെറി വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടിയത്? ഭയങ്കര ഊർജം കിട്ടിയോ? ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു, ഒരുപാട് ആൾക്കാർ കാണുന്ന വീഡിയോസിൽ വന്നിരുന്നിട്ട് തെറിയല്ല വിളിക്കേണ്ടത്. മനസ്സിലായോ? ഇത് സോഷ്യൽ മീഡിയ ആണ്. ഇവിടെ വന്ന് പച്ചത്തെറിയും പച്ച അപരാധവും അല്ല വിളിച്ച് പറയേണ്ടത്. മനസ്സിലായോ? ഒരു അലിഗേഷൻ വന്നപ്പോൾ അത് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ എനിക്കറിയില്ല. ഒരു അലിഗേഷൻ വരുമ്പോൾ അതിന് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഇടുമ്പോൾ, പ്രത്യേകിച്ച് റിയാക്ഷൻ വീഡിയോ, നമുക്കെതിരെ ഒരുപാട് പേര് വരും. അതിപ്പോ നമ്മുടെ ഹിസ്റ്ററി, നമ്മുടെ പ്രീവിയസ് സ്റ്റോറിയൊക്കെ നമ്മൾ പെർഫെക്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. മനസ്സിലായോ? കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇതുപോലത്തെ റിയാക്ഷൻ വീഡിയോ ഇങ്ങനത്തെ പണിക്ക് ഇറങ്ങാതിരിക്കുക. റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ പ്രീവിയസ് ഹിസ്റ്ററിയൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവരും. അത് നെഗറ്റീവ് ആണെങ്കിൽ ഈ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്ന സാധനത്തിനെ നല്ല രീതിയിൽ അങ്ങ് ബാധിക്കും. മനസ്സിലായോ? എനിക്കെതിരെ ഇട്ട് ഭയങ്കര ഫേക്ക് ആയിട്ടുള്ള, നിങ്ങളെ എത്തിക്സ് പോലും ഇല്ലാത്ത രീതിയിൽ കള്ളത്തനം പച്ചയ്ക്ക് പടച്ചുണ്ടാക്കിയല്ലോ. ഇപ്പൊ നിങ്ങളെ കുറിച്ച് ഒരു അലിഗേഷൻ വന്നപ്പോൾ അത് താങ്ങാനുള്ള കരുത്തില്ല അല്ലേ? ഒരു അലിഗേഷൻ വന്നപ്പോൾ അത് നിങ്ങൾ അതങ്ങനെ അല്ല ഇങ്ങനെയാണെന്ന് തെളിയിക്കാനുള്ള തെളിവും കയ്യിലില്ല അല്ലേ? അപ്പൊ ഈ കാണുന്ന ജനങ്ങൾ എന്ത് വിചാരിക്കും? ഓ, വിജിരാജ് അങ്ങനെ ഒരു അലിഗേഷൻ വെച്ചു, അപ്പൊ അത് തെളിയിക്കാനില്ല, അതുകൊണ്ട് അവനെ ചീത്ത വിളിച്ച് ആക്കി. അത് തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾക്ക് ഈ റിയാക്ഷൻ വീഡിയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ഹിസ്റ്ററി ക്ലീൻ ആക്കുക, എന്നിട്ട് കളത്തിലിറങ്ങുക. മനസ്സിലായോ? അല്ലാണ്ടെങ്കിൽ റിയാക്ഷൻ ബാക്കിയുള്ള നാട്ടുകാരെ കുറ്റം പറയാൻ ഇറങ്ങുമ്പോൾ സ്വന്തം ഹിസ്റ്ററിയും സ്വന്തം ബാക്ക്ഗ്രൗണ്ടും എന്താണെന്ന് ഒന്ന് ആലോചിക്കുക. മനസ്സിലായോ? അല്ല വിജിരാജിനെ അവിടെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവൻ നമ്മുടെ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. എല്ലായിടത്തും പോയി അന്വേഷിക്കുന്നു, കാര്യങ്ങൾ കൊണ്ടുവരുന്നു. പിന്നെ അവൻ പറഞ്ഞത് അങ്ങനെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കണം. അല്ലാതെ അവനെ ചീത്ത വിളിച്ചല്ല ഇവിടെ കിടന്ന് പട്ടി ഷോ കാണിക്കേണ്ടത്, എന്തോ വലിയ സംഭവം പോലെ. എന്തായാലും കൊള്ളാം കേട്ടാ. നമ്മളിപ്പോഴാണ് ഓരോന്നൊക്കെ മനസ്സിലാക്കണം. നമ്മളെന്തോ വലിയ അപരാധം ചെയ്തതുപോലെയാണ് നമ്മൾ അന്ന് ചീത്തയൊക്കെ വിളിച്ച്, മീൻസ് എല്ലാവരും കൂടി വളഞ്ഞിരുന്ന് വിളിക്കുന്നത്. നമ്മൾ ഈ താത്തയായാലും പ്രപ്സിയായാലും എല്ലാവരും കൂടി നമ്മളെ വളഞ്ഞിട്ടല്ലേ അവിടെ ലൈവിൽ കിടന്ന് വിളിച്ചത്. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താ? നിങ്ങൾ ആരെങ്കിലും പറ്റിച്ചോ? അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വന്ന് കള്ളം പറഞ്ഞോ? ഇല്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും കൂടി വളച്ചൊടിച്ച് ഞാൻ പറഞ്ഞതിനെ ഉൾപ്പെടെ ഇല്ലാക്കഥ ഉണ്ടാക്കി കള്ളത്തനം പറഞ്ഞ് വെറും മോശമായ രീതിയിൽ നിങ്ങൾ കൊണ്ടുപോയി. ദൈവം തന്നതായത് ദിസ് ഈസ് കർമ്മ. മനസ്സിലായോ? ഒരു തെറ്റും ചെയ്യാത്ത എന്നെ വെറുതെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലിട്ട് വലിച്ചു കീറാൻ ശ്രമിച്ചു. മനസ്സിലായോ? എന്നെ കള്ളനാക്കാനും എന്നെ നുണയനെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാനും നിങ്ങൾ എല്ലാവരും കൂടി ടീം ചേർന്ന് ശ്രമിച്ചു. മനസ്സിലായോ? അതിനുള്ള തിരിച്ചടി തന്നെയാണ് ഈ കിട്ടിയത്. അത് ആദ്യം മനസ്സിലാക്കുക. മനസ്സിലായോ? കാരണം കർമ്മ എന്ന് പറയുന്ന സാധനം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇപ്പോൾ ഞാനും. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ വിശ്വസിച്ച് പോവുകയാണോ അറിയാണ്ട് ഓട്ടോമാറ്റിക്കലി. കാരണം എന്നെ ഇല്ലാക്കാതെ പറഞ്ഞ് നിങ്ങൾ ഉണ്ടാക്കിയപ്പോൾ മനസ്സിലാക്കണമായിരുന്നു നിങ്ങളുടെ ഹിസ്റ്ററിയും ബാക്കിയൊക്കെ ചിലപ്പോൾ കുത്തി പൊങ്ങി വരുമെന്ന്. മനസ്സിലായോ? അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയെങ്കിലും റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്ന സാധനം ചെയ്യാൻ വരുന്ന ഓരോരുത്തർ, മീൻസ് ഈ ടീമിൽ ചേർന്നതായാലും ഏതായാലും, ഇനിയും ഉണ്ട് ഈ ടീമിൽ ആൾക്കാർ, നമ്മളെ ഇല്ലാക്കഥ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആൾക്കാർ, നമ്മളെ കുറിച്ച് ഇല്ലാത്ത കുറ്റം പറയുകയും നമ്മൾ അങ്ങനെയാണ്, നമ്മൾ ഡി പോട്ടി എന്നൊക്കെ വിളിച്ചെന്നും പറഞ്ഞ് പലരും ഇവിടെ കിടന്ന് ഇറങ്ങുന്നുണ്ട്. എല്ലാത്തിനും ഹിസ്റ്ററി നമ്മുടെ CID രാംദാസ് എന്ന് പറയുന്ന വിജിരാജ് അഞ്ചൽ ചിലപ്പോൾ കുത്തിപ്പൊക്കി അങ്ങ് കൊണ്ടുവരും. മനസ്സിലായോ? അതുകൊണ്ട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കുക. കാരണം ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്ന സാധനം ഞാൻ വന്നിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഹിസ്റ്ററി വളരെ ക്ലിയർ. എവിടെ വേണോ ആർക്ക് വേണോ പോയി അന്വേഷിക്കുക, ഞാൻ എന്തായിരുന്നു, ഏതായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന്. എൻ്റെ പേരിൽ ഒരു പെണ്ണ് കേസോ ഒരു കാര്യങ്ങളോ ഒന്നുമില്ല, മോശമായ ഒന്നുമില്ല എൻ്റെ കേസിൽ. ഞാനൊരു പെണ്ണിനെ മോശമായി പെരുമാറുന്നോ, ഒരു പെണ്ണിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നോ, അങ്ങനത്തെ പറയുന്ന ഒരു അലിഗേഷൻസോ, അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും ഇന്നടുത്ത് കൊണ്ടുപോയെന്നോ ഒന്നും കിട്ടില്ല, ഒന്നുമില്ല. മനസ്സിലായോ? അതുകൊണ്ട് സ്വന്തം ഹിസ്റ്ററി ക്ലീൻ ആണെങ്കിൽ മാത്രം റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്ന പരിപാടിക്ക് ഇറങ്ങുക, അല്ലെങ്കിൽ കുത്തിയിട്ടിരിക്കുക. എന്തായാലും കൊള്ളാം. കരഞ്ഞിട്ടും മേടിച്ചിട്ടൊന്നും കാര്യമില്ല. മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാക്കഥ പറയുമ്പോൾ ആലോചിക്കണം. മനസ്സിലായോ? അല്ലെങ്കിൽ അത് നല്ല പോലെ തിരിച്ച് കിട്ടുമ്പം ഇരുന്ന് കരയേണ്ടി വരും. അതുകൊണ്ട് ആലോചിച്ച് നോക്കിയും കണ്ടൊക്കെ പെരുമാറും. ദിസ് ഈസ് റിയാക്ഷൻ വീഡിയോ. ഇത് ഞാൻ അഹങ്കരിക്കുന്നില്ല കേട്ടോ. പേഴ്സണലി എനിക്ക് ഭയങ്കര വിഷമമുണ്ടായ ഒരു കാര്യമാണ് ഞാൻ അന്ന് റസീനെ വിളിച്ചത്, കോൾ ചെയ്തത്. അതെനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമമുണ്ടായി. കാരണം ഞാൻ പറയാത്തതും ഇല്ലാത്തതുമായ രീതിയിൽ വളച്ചൊടിച്ച്, അന്ന് താത്ത ഉൾപ്പെടെ അന്ന് വളച്ചൊടിച്ച്, പണ്ടൊരിക്കൽ വളച്ചൊടിച്ചതുപോലെ റസീനയും അതുപോലെ എന്നെ പൊട്ടനാക്കി വളച്ചൊടിച്ച്. അന്ന് ഞാൻ ഒരുപാട് പേരെടുത്ത് ഞാൻ ഈ വിഷമം പറഞ്ഞു, വിവിയുടെ അടുത്തൊക്കെ ഞാൻ വിഷമം പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് സ്ത്രീകളാണ് ഇതൊക്കെ എന്ന് തന്നെയാണ് ഞാൻ ചോദിച്ചത്. എന്ത് സ്ത്രീകളാണ്? ഞാൻ ലൈഫ് ലോങ്ങിൽ ഇന്നേ വരെ ഇതുപോലത്തെ സ്ത്രീകളെ ഞാൻ കണ്ടിട്ടില്ല. ഞാനത് വ്യക്തമായിട്ട് വിവിയുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞ കാര്യമാണ്. ഭയങ്കര വിഷമം തോന്നിയ കാര്യമാണ്. ഞാൻ ചെയ്യാത്തതും പറയാത്തതുമായ രീതിയിൽ വളച്ചൊടിച്ച് അതൊക്കെ കർമ്മ ഈസ് ബെവറാക്സ്. ഇതാ വന്നു, ദേ പോയി. അപ്പോൾ നിങ്ങളുടെ അവസ്ഥകൾ
കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും. ഇപ്പൊ മനസ്സിലായോ സാറേ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇവിടെ വിജിരാജ് നമ്മുടെ ഇൻവെസ്റ്റിഗേറ്ററാണ്. അവൻ കണ്ടുപിടിച്ചു, അലിഗേഷൻ പറഞ്ഞു. അത് നിങ്ങൾ അവനെ വിളിച്ചു ചീത്ത വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പറ്റുമെങ്കിൽ ഞാൻ തെളിയിച്ച പോലെ അങ്ങ് തെളിയിച്ചു കൊടുക്കുക. മനസ്സിലായോ സാറേ?